നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് അരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാരെ ആദരിച്ചു. അരൂർ നോർത്ത് മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ആദരവ് നടന്നത്. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് അരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാരെ ആദരിച്ചു. അരൂർ നോർത്ത് മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ആദരവ് നടന്നത്. ആധുനിക നഴ്സിൻ്റെ സ്ഥാപകയായി അറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആചരിക്കുന്നത്. ഭൂമിയിലെ മാലാഖമാർ എന്ന അപരനാമത്തിലുള്ള നഴ്സുമാരെ പരിപാലിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന കണ്ടെത്തലാണ് 2025 അന്താരാഷ്ട്ര നഴ്സസ് ദിനവുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് തിരഞ്ഞെടുത്ത തീം. അരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ആദരവ് ചടങ്ങ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമേഷ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് മെമ്പർ KA ജോളി സ്വാഗതം ആശംസിച്ചു. ബഹുമാന്യരായ നേഴ്സുമാരെ, ഇന്ന് നേഴ്സ് ദിനമായി ലോകം ആചരിക്കുകയാണ്. നേഴ്സുമാരോടുള്ള ആ സ്നേഹത്തിൻ്റെ പ്രകടനം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരായ ഞങ്ങൾ ഇന്നിവിടെ കൊടുക്കുകയാണ്. അന്താരാഷ്ട്ര നഴ്സസ് ദിനമാണ്. എല്ലാം മറന്ന് അവരവരുടെ വ്യക്തിഗതമായ പ്രശ്നങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ മറന്നുകൊണ്ട് നിരന്തരമായി അഹോരാത്രം ജനങ്ങളുടെ ആരോഗ്യത്തിനും വേണ്ടി പ്രയത്നിക്കുന്ന നഴ്സ് സമൂഹത്തിന് എൻ്റെ ആദരവും എൻ്റെ സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. നമ്മുടെ ആരോഗ്യവകുപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ നഴ്സുമാരുടെ മറ്റ് ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളാണ് കോവിഡ് സമയത്ത്. ആ സമയത്ത് അവരവരുടെ വീടുകളിൽ ആൾക്കാർക്ക് പോലും അസുഖം വന്ന സമയത്തും പൊതുജന ആരോഗ്യത്തിന് വേണ്ടി ഈ നാടിൻ്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പലരും ഈ ഇതിൽ ബലിയാടായിട്ടുണ്ട്. അവരെല്ലാം സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാവുകങ്ങളും എല്ലാ നഴ്സുമാർക്കും സന്തോഷപൂർണ്ണവും ആരോഗ്യപൂർണ്ണമായ വരും നാളുകൾ ഞാൻ നേരുന്നു. നന്ദി. അരൂർ നോർത്ത് മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് KA നിൻസി അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം KA ജോളി, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ രത്നമ്മ വേലപ്പൻ, ബേബി, ജാസ്മിൻ റിസ്വാൻ, കോൺഗ്രസ് പ്രവർത്തകനായ AP വേലപ്പൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നഴ്സുമാർക്ക് പൂക്കളും മധുരവും നൽകിയാണ് ആദരവ് സംഘടിപ്പിച്ചത്. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.